നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നു പോയത് 3 കിലോമീറ്റർ ദൂരം. മതിലകം പടിയൂർ പൈതൃക സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. പലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ മുതൽ NDRF സംഘം നടത്തിയ തെരച്ചിലിലാണ് പൊന്മാനിക്കുടം കടവിന്റെ 1/2 കിലോമീറ്റർ തെക്കുമാറിയാണ് അഖിൽ രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കയ്പമംഗലം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് ബൈക്ക് യാത്രികൻ കോവിലകം സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ അഖിൽ രാജിനെ പുഴയിൽ വീണ് കാണാതായത്. ഫയർഫോഴ്സിന്റെ തെരച്ചിലിൽ ബൈക്ക് കണ്ടെത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്തിയിരുന്നില്ല. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നു പോയത് 3 കിലോമീറ്റർ ദൂരം. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ ഉയർന്നു പൊങ്ങി 3 കിലോമീറ്റർ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ചക്കരപ്പാടത്തെത്തിയത്. ചക്കരപ്പാടം പൊന്നിശ്ശേരി അബ്ദുൾ മനാഹിന്റെ വീട്ടുപറമ്പിലാണ് ബോർഡ് വന്നു വീണത്. 10 അടി നീളവും 4 അടി വീതിയുമുള്ള ബോർഡ് 3 കിലോമീറ്റർ പറന്നത് വിശ്വസിക്കാനാവാതെ കുഴങ്ങുകയാണ് കടയുടമയും വീട്ടുകാരനും. ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം സത്യമാണ് ജനങ്ങളും തിരിച്ചറിയുന്നത്. ആകാശത്തെന്തോ പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ചക്കരപ്പാട സ്വദേശി ഷെജീബാണ് ദൃശ്യം പകർത്തിയത്. മതിലകം പടിയൂർ പൈതൃക സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. YMC ഹാളിൽ നടന്ന ചടങ്ങിൽ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സിനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം OA ജെൻറിൻ അധ്യക്ഷത വഹിച്ചു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് മുഖ്യാതിഥിയായിരുന്നു. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു, മതിലകം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, പഞ്ചായത്ത് അംഗം സഞ്ജയ് ശർക്കര, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ, പടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ്സി ആന്റണി, ക്ലബ് സെക്രട്ടറി ഷമീർ, പ്രസിഡന്റ് സുബിൻ കുമാർ, ട്രഷറർ ജോസി, വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണായി സീനത്ത് ബഷീർ, വർക്കിംഗ് ചെയർമാനായി OA ജെൻട്രി, ജനറൽ കൺവീനറായി അനിൽ കുമാർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി മാർട്ടിൻ പെരേര, വളണ്ടിയർ കമ്മിറ്റി ചെയർമാനായി SI അശ്വിൻ റോയ്, കൺവീനറായി ലെനിൻ രാജ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. എങ്കിലും നല്ല രീതിയിൽ തന്നെ ഇവർക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ളതെന്ന് പറയാം ഉള്ള സഹോദരന്മാരാണ്. അവരുടെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ 2 വർഷക്കാലം ഈ ജലോത്സവം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പം 3ാമത്തെ അതൊരു ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 9 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഇവരുടെ കണക്കിൽ പറയുന്നത്. അപ്പോൾ ഈ 9 ലക്ഷം രൂപ ഈ സമയത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക്, ഇപ്പം പുതിയ കുട്ടികൾക്കൊന്നും ഈ ജലോത്സവമൊന്നും കാണുമ്പോഴത്തുള്ള ഇഷ്ടമല്ലാണ്ട് അതിനോട് വലിയ ഇതൊന്നുമില്ല. പക്ഷെ നമ്മുടെ പഴയ കുട്ടികൾക്കും പഴയ ആളുകൾക്കും ഈ ജലോത്സവത്തിനോടുള്ള വളരെയധികം ഇഷ്ടമൊക്കെ തോന്നുന്നത്. പലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. 600 ഗുണഭോക്താക്കൾക്കാണ് കോഴി വിതരണം ചെയ്തത്. മുട്ടയുടെ ഉത്പാദനം പഞ്ചായത്തിൽ വർദ്ധിപ്പിക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കിയത്. വൈസ് പ്രസിഡന്റ് BR ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി KA, ജനപ്രതിനിധികളായ EP അജയഘോഷ്, BK മണിലാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറി, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ്, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
പാലക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണമാണ്. നമ്മൾ 2 ഘട്ടങ്ങളിലായി 600 ഗുണഭോക്താക്കൾക്കാണ് നമ്മളിന്ന് കോഴി വിതരണം ചെയ്യുന്നത്. 300 കോഴികളെ നമ്മൾ ഇന്ന് വിതരണം ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം 2ാമത്തെ ഘട്ടവും വിതരണം ചെയ്യും. നമ്മുടെ മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മുടെ പ്രിയപ്പെട്ട മൃഗസ്നേഹികൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ പാലക്കാട് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE-യുടെ 21ാം വാർഷികവും കുടുംബസംഗമവും ഈ മാസം 23-ന് നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു. തളിക്കുളം ബ്ലൂമിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി രാവിലെ 10:30-ന് നാട്യ നിയോജക മണ്ഡലം MLA CC മൂന്നൻ ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, DYSP VK രാജു തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും. ഉച്ചയ്ക്ക് 2:30-ന് നടക്കുന്ന സമാപന സമ്മേളനം മുൻ MP TN പ്രതാപൻ നിർവഹിക്കും. ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, റിട്ടയർ ചെയ്ത അംഗങ്ങൾക്കുള്ള സ്നേഹോപഹാര വിതരണം, 70 വയസ്സ് പൂർത്തിയായ തെരഞ്ഞെടുത്ത 19 അമ്മമാർക്ക് ഓണപ്പുടവയും കൈനീട്ടവും സമ്മാനിക്കൽ, തളിക്കുളം അക്ഷയയുടെ സഹായത്തോടെ നോർക്ക ID കാർഡ്, പ്രവാസി ക്ഷേമനിധി അംഗത്വം എടുക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യവും, തുടർന്ന് കൊച്ചിൻ റിതം റോക്സ് അവതരിപ്പിക്കുന്ന മുഴുനീള കലാപരിപാടികളും അരങ്ങേറുമെന്ന് തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഗഫൂർ തളിക്കുളം, ജനറൽ സെക്രട്ടറി TK ഇബ്രാഹിംകുട്ടി, തളിക്കുളം പ്രവാസി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ദേവരാജ് കൊല്ലാറ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ അറിയിച്ചു. എമ്മാട് TR അയ്യപ്പൻ മാസ്റ്റർ സ്മാരക വായനശാലയുടെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും KB സംഗീത സ്മാരക വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. 5000 രൂപയും മൊമെന്റോയും അടങ്ങിയ പുരസ്കാരം 4 മികച്ച വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. പ്രദേശത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TS രാജു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തകൻ TS സജീവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കവിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീട് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ലൈബ്രറി നേതൃത്വ സമിതി കൺവീനർ ശ്രീനിവാസൻ ഐനിപ്പുള്ളി, വായനശാല വൈസ് പ്രസിഡന്റ് ജിഷ, ലൈബ്രറിയൻ ബിന്ദു സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വായനശാല സെക്രട്ടറി സുനിൽ P മതിലകത്തി ചടങ്ങിൽ ആദരിച്ചു. നാളത്തെ വലിയ പ്രതിഭകളായി ഈ നാടിൻ്റെ തന്നെ നിയന്ത്രണങ്ങൾ തങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ളവരായി മാറേണ്ടവരാണവർ. ഇപ്പോൾ അവാർഡുകളുടെ ഒരു പെരുമഴക്കാലമാണ്, നമുക്കറിയാം. ഒരുപാട് അവാർഡുകൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു മുമ്പ് എൻ്റെ ഒരു 50 വർഷം മുമ്പത്തെ ഒരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള സവിശേഷമായ കഴിവുകളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു ആ വളർച്ചയിൽ പൊതുസമൂഹത്തിലോ മറ്റുള്ള ആളുകൾക്കൊന്നും വലിയ പങ്കുണ്ടാവാറില്ല പലപ്പോഴും. തിരുവില്ലാമല മലേഷ്യ മംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കാൻ വെച്ച 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. മലേഷ്യമംഗലം ഫോറസ്റ്റ് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന 58 ബാരൽ ടാറാണ് അപ്രത്യക്ഷമായത്. ഏകദേശം 6 ലക്ഷം രൂപ വില വരുന്ന ടാർ മോഷണം പോയതായി കാണിച്ച് കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. ഓഗസ്റ്റ് 3-നും 15-നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് പ്രാഥമിക നിഗമനം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൊടുങ്ങല്ലൂരിൽ വോട്ട് വെട്ടലെന്ന് ആരോപണം. നഗരസഭ ഭരിക്കുന്ന BJPക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക പുതുക്കലിനിടയിൽ ന്യൂനപക്ഷ വോട്ടർമാരുടെ പേരുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റാൻ ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. അടിസ്ഥാനരഹിത കാരണങ്ങൾ ഉന്നയിച്ചാണ് പേര് വെട്ടാൻ ശ്രമം നടക്കുന്നത്. തക്കതായ കാരണമില്ലാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. 27-ന് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് EA സാബു പറഞ്ഞു. ശോചനീയാവസ്ഥയിലായ എറവ് മൃഗാശുപത്രിയിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേട്ടിലാണ് ഡോക്ടറടക്കമുള്ള 4 വനിതകൾ. ഇടയ്ക്കിടെ കയറി വരുന്ന പാമ്പുകളെ പേടിച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത്. അരിമ്പൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള എറവിലെ മൃഗാശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുന്നില്ല. മൃഗാശുപത്രിയിൽ
മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും പലപ്പോഴും പാമ്പുകൾ ഇഴഞ്ഞെത്താറുണ്ട്. ആശുപത്രിയോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി. മൃഗാശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്തും എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ്. ക്ഷേത്ര ഭാരവാഹികൾ കേസിന് പോയ കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സതീഷ് പറഞ്ഞു. 2 മുറികൾക്ക് മാത്രമാണ് മൃഗാശുപത്രിയിൽ സീലിംഗ് ഉള്ളത്. ബാക്കിയുള്ള ഭാഗം ഷീറ്റ് മേഞ്ഞതാണ്. ഇതിന്റെ പല ഭാഗവും അടിഭാഗം പട്ടിക ദ്രവിച്ച് നിലയിൽ വീഴാവുന്ന സ്ഥിതിയിലാണ്. ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നികുതി അടയ്ക്കുന്നതടക്കം തങ്ങളാണെന്നും മൃഗാശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നറിയിച്ചിട്ടും പഞ്ചായത്ത് അധികൃതർ ചെവികൊണ്ടില്ലെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. മൃഗങ്ങളുമായി എത്തുന്നവർക്ക് കാര്യമായ മറ്റ് അസൗകര്യങ്ങളോ മരുന്നിന് ക്ഷാമമോ ഇല്ലെങ്കിലും ആശുപത്രി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് അപകട സാധ്യത ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനക്കക്കടവ് തീരത്ത് കടൽമാക്രിയുടെ വിളയാട്ടം. വലകൾ നശിപ്പിച്ചതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. വലകൾ എറിയുമ്പോൾ മീനിനു പകരം കുടുങ്ങുന്ന കടൽമാക്രികൾ വല മുഴുവൻ കടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപ വരുന്ന വലകളാണ് നശിച്ചത്. 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പൊട്ടിയ വലകൾ തുന്നിച്ചേർക്കുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. എന്നാൽ സീസണായിട്ടും കടൽമാക്രികളുടെ ശല്യം കാരണം കടലിൽ പോകാൻ കഴിയാത്തതിന്റെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. വിവരമറിഞ്ഞ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ പറഞ്ഞു. മുഹമ്മദി, KK ബേദുരാജ്, KD വീരമണി, AM അലാവുദ്ദീൻ, C മുസ്താ അലി, അഡ്വക്കേറ്റ് നളിനാശൻ ഇരട്ടപ്പുഴ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 1 കിലോയിലധികം കഞ്ചാവുമായി കൊലക്കേസ് പ്രതിയടക്കം 2 പേരെ എക്സൈസ് പിടികൂടി. കണിമംഗലം സ്വദേശി തെക്കേത്തല വീട്ടിൽ ബിജോയ്, കൊലക്കേസ് പ്രതിയും പാലക്കൽ സ്വദേശി നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കണിമംഗലം നെടുമ്പുഴ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം തൃശൂർ എക്സൈസ് നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇവരിൽ നിന്നും 1 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനവും കസ്റ്റഡിയിലെടുത്തു. തൃശൂർ എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ റോയ്, ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AV പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ദേശീയ നഗരശുചിത്വ സർവേയിൽ ഇടത്തരം നഗരവിഭാഗത്തിൽ ഗുരുവായൂർ നഗരസഭ 2ാം റാങ്കോടെ. ക്ലീൻ സിറ്റി ഓഫ് കേരള അവാർഡ് കരസ്ഥമാക്കി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷിൽ നിന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അവാർഡ് ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ അനീഷ മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ എന്നിവരും പങ്കെടുത്തു. പടിവാതിക്കലെത്തി നിൽക്കുന്ന ഓണക്കാലത്തെ വരവേൽക്കാൻ ആയിരക്കണക്കിന് പൂക്കൾ വിരിയിച്ചിരിക്കുകയാണ് കോടാലി കൊറേശ്യാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിൽ. ക്ഷേത്രാങ്കണത്തിലെ 1 ഏക്കറോളം വരുന്ന 2500ഓളം ചെണ്ടുമല്ലി തൈകളാണ് ക്ഷേത്ര സമിതി കൃഷി ചെയ്തത്. നാംദാരി എന്ന ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന ചെണ്ടുമല്ലി തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. മറ്റത്തൂർ കൃഷിഭവൻ മുഖേന 2500ഓളം തൈകൾ വാങ്ങി കഴിഞ്ഞ ജൂണിലാണ് ക്ഷേത്ര സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പൂക്കൃഷിക്ക് ഉപയോഗിച്ചത്. ഓണക്കാലത്തേക്ക് ആവശ്യമായ പൂക്കൾ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പ്രാദേശിക വിപണിയിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കൃഷി നടത്തിയതെന്ന് ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നു പോയത് 3 കിലോമീറ്റർ ദൂരം. മതിലകം പടിയൂർ പൈതൃക സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണം നടത്തി.
ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.